ഹായ് ഗായ്സ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലൈവ് ഫിഷിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരൻ കോഴിക്കോട്ടിൽ നിന്ന് അയച്ച ഫിഷാണ്. 2 ദിവസമായി അവൻ അയച്ചിട്ട് നമ്മൾക്ക് ഇന്നാണ് പോയി എടുക്കാൻ പറ്റിയത്. നമ്മുടെ ഇല്ലാത്ത ഒരു ലൈനേജ് ഫിഷിനെ കുറച്ച് ദിവസമായി നമുക്ക് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് പറ്റിയത്. അവൻ്റെ പേരും ഫോൺ നമ്പറൊക്കെ വീഡിയോയിൽ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കണം നേരത്ത് അവനോട് അനുവാദം ചോദിച്ചു മെസ്സേജ് അയച്ചപ്പോൾ അവൻ റീപ്ലൈ ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ വീഡിയോയിൽ പേര് പറയുന്നില്ല. നൈസ് പാക്കിംഗ് ആട്ടോ അവൻ്റെ. ലൈഫ് ഫിഷ് എന്നൊക്കെ നല്ല വലുതാക്കിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഞങ്ങൾ സാധാരണ ഫാമിൽ വിസിറ്റ് ചെയ്തിട്ടാണ് ഫിഷുകൾ എടുക്കാറ്. ചില ടൈമിൽ ഇവിടെ കണ്ടെയ്ൻമെൻറ് സോൺ ആവും, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ കൊറിയർ ചെയ്തെടുത്തതാണ്. തെർമോക്കോളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് തന്നെ അവൻ അയച്ചിട്ടുണ്ട്. പേപ്പറുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഐറ്റം ഡെഡ് ആവാണ്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഇല്ലായിരുന്ന പ്ലാറ്റിനം റെഡ് ഡംബോയർ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഐറ്റം ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. എവിടെന്നെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാറ്റിനം റെഡ് ഡംബോയർ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. പക്ഷെ ഇവിടെ ചെറിയ കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാമെന്ന് വെച്ചാൽ തന്നെ 600 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് അവൻ പെയറിന് മേടിച്ചത്. അതൊന്നും ഇത്ര വലിയ പൈസയായിട്ട് നമുക്ക് തോന്നുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഫീമെയിലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം നമുക്ക് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരുവിധം നല്ല ക്വാളിറ്റി ഉള്ള ആനച്ചീവൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നഷ്ടമല്ല. നിങ്ങൾക്ക് ഈ ഡബിൾ പാക്കിങ്ങിൽ ഫിഷിനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ കവറൊന്ന് അയച്ചു നോക്കാം. കവറിലെന്തോ നീല ഇതിലൊക്കെ പുതിയ ഡിസൈനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ചെറുക്കൻ്റെ നൈസ് പാക്കിംഗ് ആണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആനച്ചീവൻ്റെ നമുക്ക് കവർ തുറക്കാം. ഈ കവറിൻ്റെ റബ്ബർ ബാൻഡ് ഊരാന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ അവൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡംബോയറിൻ്റെ ഫീമെയിൽ. ആളിത്തിരി ക്ഷീണത്തിലാന്ന് തോന്നണു. വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് മെയിലിൻ്റെ കവറൊന്ന് ഓപ്പൺ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ. മോനെ, നല്ല ഫിഷുകളിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഗപ്പി വളർത്താൻ തുടങ്ങിയത് തന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ വെറുതെ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ബാക്കി ഗപ്പീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ചെറിയ പണി നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗപ്പീസിനെ കാണിക്കാത്തത്. ഉടൻ തന്നെ ഈ ചാനലിൽ ആ ഗപ്പികളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും ഇവരെ നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ഇനി നമുക്ക് ഫിഷിനെ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഫിഷിന് ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പാത്രം സെറ്റ് ചെയ്ത് വെള്ളം നിറച്ചിടണം. ഒരു 2-3 ദിവസമൊക്കെ വെള്ളം ആ പാത്രത്തിൽ കിടക്കുന്നത് നല്ലതാണ്. ഒരാഴ്ച വരെ നമുക്ക് വെള്ളം ആ പാത്രത്തിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. അതാവുമ്പോൾ ഫിഷിന് അനുയോജ്യമായ വാട്ടറായിട്ട് അത് സെറ്റാവുന്നതാണ്. ചിലർ വാഴയിലൊക്കെ ഈ വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ വാഴയില അതിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇവർ നമ്മളിപ്പോൾ ജുവനൈൽ സ്റ്റേജിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മാറ്റിയിട്ടിട്ട് വേണം വളർത്താൻ. ഒരുമിച്ച് ഇടാറില്ല നമ്മൾ ജുവനൈൽ സ്റ്റേജിൽ, മാറ്റിയിട്ടിട്ടാണ് വളർത്താൻ പോകുന്നത്. ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിവരെ ഒരു പാത്രത്തിലേക്ക് മാറ്റുള്ളൂ. അതുവരെ ഇവർ ഡിഫറെൻറ്റ് പാത്രത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഫിഷിനെ വെള്ളത്തിലേക്ക് ഇറക്കാണ്. മിനിമം 10 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ പിടിച്ചു വെച്ച പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കണം. മാക്സിമം ഒരു 30 മിനിറ്റ് വരെ ഞങ്ങൾ ഇടാറുണ്ട്. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ മീനിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുള്ളൂ. നമ്മുടെ സാന്താക്ലോസ് ആട്ടാ, ആള് ഭയങ്കര ആക്റ്റീവാണ്. മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷിനെ നമ്മൾ പാത്രത്തിലേക്ക് ഇറക്കി വിടാണ്. ഭീകരൊക്കെ 8 ഇവൻ കെട്ടിയേക്കണ്. ചിലർ ഫിഷിനെ മാത്രം എടുത്തിട്ട് വെള്ളം കളയാണ് ചെയ്യുക. നമ്മൾ വെള്ളം കൂടിയായിട്ടാണ് പാത്രത്തിലേക്ക് ഒഴിക്കാറ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ സീരിയസ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ രീതിയാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുടർന്ന് പോകുന്നത്. ആളൊന്ന് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 ദിവസമായിട്ട് തീറ്റ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ തീറ്റ ഒന്ന് കൊടുക്കണം. നമുക്ക് പ്ലാറ്റിനം റെഡ് ഡംബോയറിൻ്റെ ഫീമെയിലെല്ലാം കൂടെ തുറന്നു വിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂമിയിലെ കാഴ്ചകളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.